ത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ ഒരു സുദിനമാണിത്. ദുഃഖവെള്ളി. മലയാളത്തിൽ ദുഃഖവെള്ളി എന്ന പദം നാം ഉപയോഗിക്കുന്നു. എന്നാൽ ഇംഗ്ലീഷിൽ അത് ഗുഡ് ഫ്രൈഡേ എന്നാ വിളിക്കുക. നല്ല വെള്ളി, നന്മ ഉദയം ചെയ്ത വെള്ളി, പരിപൂർണ സമർപ്പണത്തിൻ്റെ വെള്ളി, പരിപൂർണമായ ബലിയർപ്പണത്തിൻ്റെ ദിവസമാണ്, ത്യാഗത്തിൻ്റെ ദിവസമാണ് ഗുഡ് ഫ്രൈഡേ. ലോകത്തിലെ ഏറ്റവും വലിയ മഹാസംഭവം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദൈവം ക്രൂശിതനായ മഹാസംഭവമാണ്. ലോകം മുഴുവനും സഹനത്തെയും കുരിശിനെയും പുച്ഛിച്ചു തള്ളിയപ്പോൾ ഞങ്ങൾക്ക് ജീവിതത്തിൽ കുരിശ് വേണ്ട, സുഖം മാത്രം മതി എന്ന് ചിന്തിച്ചു മുന്നേറിയ ലോക ജനതയ്ക്ക് മുൻപിൽ ദൈവത്തിൻ്റെ പ്രിയപുത്രൻ ത്യാഗസുരഭിലമായ ജീവിതം നയിച്ചു. ബത്ലഹേമിൽ അവിടുന്ന് കുരിശിലാണ് ജനിച്ചത്. കുരിശെന്ന് പറയുമ്പോൾ സഹനം, ത്യാഗം, ബലിയർപ്പണം. ബലിയർപ്പിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് കല്ലടാവിൽ ആ പരിപരുത്ത കല്ലിന്മേൽ അവൻ തന്നെ തൻ്റെ കരങ്ങള്, തൻ്റെ കരചരണങ്ങള് വിരിച്ചു കിടന്ന് അവൻ ലോകത്തെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്നു. ഈ ബത്ലഹേമിന്റെ അനുഭവം തന്നെയാണ് യേശുക്രിസ്തു കുരിശിൽ തൂക്കപ്പെട്ടപ്പോൾ ബത്ലഹേം അപ്പത്തിന്റെ ഭവനമാണ് കുരിശ്. അപ്പത്തിന്റെ ഭവനമായി യേശുക്രിസ്തു മാറിയത് കുരിശിലൂടെ. തന്നെ അപ്പമായി തന്റെ ജനത്തിനു നൽകിയത് കുരിശുമരണത്തിലൂടെയാണ്. കുരിശിന്റെ വിരിമാറിൽ തന്റെ രണ്ട് കരങ്ങളും കാലുകളും ആണികളാൽ തറയ്ക്കപ്പെടുവാനും വിലാപ്പുറ കുത്തി തുറക്കപ്പെടുവാനും അവിടുത്തെ ശിരസ് മുൾമുടി അടിയേറ്റ് രക്തം വാർന്നു പോകുവാനും ഒക്കെ ഇടയായി. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ എൻ്റെയും നിന്റെയും പാപത്തിന് പരിഹാരമാണ്. നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യുവാൻ പാപം ചെയ്ത മനുഷ്യന് കെൽപ്പില്ല. പാപത്തിൽ നിന്ന് വീണ്ടെടുക്കണമെങ്കിൽ പാപമില്ലാത്തവൻ മനുഷ്യനായി പിറക്കണം. പാപമില്ലാത്തവൻ ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റെടുത്തു തന്റെ കുരിശിൽ. കുരിശിന്റെ മഹത്വമാണ് 1 കൊരിന്ത്യർ 1:18 വായിക്കുന്നു. കുരിശ് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് ഭോഷത്വമാണ്, എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് രക്ഷയുടെ അനുഭവമാണ്. കുരിശെന്ന് പറയുമ്പോൾ മുറിക്കപ്പെടുന്ന അനുഭവമാണ്. ഞാനെന്ന ഭാവത്തെ മുറിക്കുക. ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നത് പറഞ്ഞത് കൊണ്ട് മാത്രം കുരിശാകുന്നില്ല. ഞാനും എൻ്റെ ദൈവവും ഈ ബന്ധമല്ല കുരിശ്. ഞാനും എൻ്റെ ദൈവവും അത് 2 മാനങ്ങളാണ്, 2 ഡയമെൻഷൻസ്. ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. അവിടെ സമർപ്പണമില്ല. ഞാൻ എൻ്റെ സഹോദരനെയും എൻ്റെ സഹോദരൻ എന്നെയും സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഒരു ലംബമാന തലവും, ഞാൻ എൻ്റെ സഹോദരനെയും എൻ്റെ സഹോദരൻ എന്നെയും സ്നേഹിക്കുമ്പോൾ ഒരു തിരശ്ചീന തലവും കൂടി ഉണ്ടാകുമ്പോഴാണ് കുരിശ് സംജാതമാകുന്നത്. കുരിശിന്റെ അനുഭവം അതാണ്. ദൈവമനുഷ്യ ബന്ധങ്ങളുടെ സമ്മേളന സ്ഥലമാണ് കുരിശ്. വേദനകളുടെ, ത്യാഗങ്ങളുടെ സമ്മേളന സ്ഥലമാണ് കുരിശ്. രക്ഷയുടെ അടയാളമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് കുരിശാണ്. അപ്പോൾ രക്ഷയുടെ അടയാളമാണ്. മനുഷ്യന് രക്ഷ നേടിത്തന്നത് കർത്താവ് കുരിശിലൂടെയാണ്. നാമും രക്ഷ പ്രാപിക്കേണ്ടത് കുരിശിലൂടെയാണ്. കുരിശിലാണ് ജീവിതം, കുരിശിലാണ് രക്ഷ. കുരിശില്ലാതെ എനിക്കും നിനക്കും രക്ഷയില്ല. ഈ കുരിശിന്റെ മഹത്വത്തിലേക്ക് നാം കടന്നു വരുന്ന അനുഗ്രഹത്തിന്റെ ദിവസമാണ് ദുഃഖവെള്ളി അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ. ഈ വെള്ളിയാഴ്ച ദിവസം ലോകം മുഴുവനും ഈ വലിയ മഹാത്യാഗത്തെ, യേശുവിന്റെ വലിയ ബലിയെ ഓർക്കുകയാണ്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രക്ഷയുടെ ദിവസമാണ്. നാം രക്ഷിക്കപ്പെട്ട ദിവസം. യേശു അപ്പമെടുത്ത് മുറിച്ചു കൊടുത്തത് കൊണ്ട് യേശു തൻ്റെ കൽപ്പന പൂർത്തിയാക്കുന്നില്ല. യേശുവായി മാറുന്നത് കുരിശിൽ തറയ്ക്കപ്പെട്ട്, 3 ആണികളിൽ തറയ്ക്കപ്പെട്ട് ലോകം, ജഡം, പിശാച് ഇത്യാദികൾക്ക് നാം ക്രൂശിക്കപ്പെടണമെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് യേശു കുരിശിലേറി
ഇന്ന് നാം ഞാനെന്ന ഭാവം, ഐനസ്, ഈഗോ, ഞാനെന്ന ഭാവത്തിൽ ജീവിക്കുകയാണ്. ഈ ഞാനെന്ന ഭാവത്തിൽ വല്ലപ്പോഴൊക്കെ ദൈവത്തെ വിളിച്ചൊന്ന് വരാം. പക്ഷേ അതുകൊണ്ട് കുരിശോ രക്ഷയോ സംജാതമാകുന്നില്ല. കുരിശിലാണ് രക്ഷയെങ്കിൽ ഞാൻ മുറിക്കപ്പെടണം. എൻ്റെ ജീവിതം മുറിക്കപ്പെടുവാൻ, എൻ്റെ സഹോദരനെ സ്നേഹിച്ചുകൊണ്ട്, എൻ്റെ സഹോദരൻ എന്നെ സ്നേഹിച്ചുകൊണ്ട്, ഞാൻ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. അപ്പൊ സ്നേഹത്തിന്റെ സമ്മേളന സ്ഥലമാണ് കുരിശ്. ഈ കുരിശിന്റെ അനുഭവത്തിലൂടെ നീങ്ങുവാൻ നമ്മെ സഭ ആഹ്വാനം ചെയ്യുകയാണ്. പരിശുദ്ധ കുരിശിന്റെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ നാം നമ്മെ തന്നെ മുറിക്കുവാൻ, ഞാനെന്ന ഭാവം മുറിക്കപ്പെടുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കണം. കുരിശില്ലാതെ ക്രിസ്ത്യാനിയില്ല. കുരിശിന്റെ ജീവിതം പൗലോസ് അപ്പോസ്തലൻ എന്താ പറഞ്ഞത്? ഗലാത്യർ 3:20 പറയുന്നത്, ഞാൻ യേശു ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് ഇനിമേൽ ജീവിതം ക്രിസ്തുവാണ്, മരണം നേട്ടം അത്രേ. ക്രൂശിക്കപ്പെടുവാൻ, യേശുവിന്റെ കുരിശിനെ പുൽകുവാനാണ് ലോക ചരിത്രത്തിൽ എല്ലാ വിശുദ്ധന്മാരും ആഗ്രഹിച്ചിട്ടുള്ളത്. കുരിശിലാണ് രക്ഷ. സഹനമാണ് ക്രിസ്ത്യാനിയുടെ മാർഗം. ഒരു തരത്തിലും കുരിശില്ലാതെ രക്ഷയില്ല. ഈശോയ്ക്ക് വേണമെങ്കിൽ മറ്റു മാർഗങ്ങൾ തിരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷേ സഹനത്തോളം നവീനവും സഹനത്തോളം ഉള്ളുള്ളതുമായ ഒരു ജീവിത ശൈലിയും ലോകത്തിലില്ല. സഹനത്തിലൂടെ നാം മുന്നേറുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആത്മനിർവൃതി, കുരിശ് നമുക്ക് നേടിത്തരുന്ന രക്ഷ, അത് കരഗതമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അനുദിന ജീവിതത്തിന്റെ കുരിശുകൾ എടുത്തുകൊണ്ട് അനുദിന ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ഇവയൊക്കെ സന്തോഷത്തോടെ വഹിക്കണം. ശപിച്ചുകൊണ്ടല്ല കുരിശ് ഏറ്റെടുക്കേണ്ടത്. സന്തോഷത്തോടെ കുരിശെടുത്തുകൊണ്ട് ഈ കുരിശ് ഏറ്റെടുത്ത് ജീവിത സഹനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ യേശു കുരിശെടുത്തു, വീണു പല പ്രാവശ്യം. നാമും നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ പോലെ പല പ്രാവശ്യം വീഴും. യേശു ക്രൂശിക്കപ്പെട്ടു. അവിടുന്ന് ക്രൂശിക്കപ്പെട്ടപ്പോൾ എല്ലാവരും കർത്താവിനെ പരിത്യജിച്ചു. പക്ഷേ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നവന്റെ വിലാപ്പുറത്തു നിന്ന് ആ നിമിഷവും നോജിനോസ് എന്ന മനുഷ്യൻ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടുന്ന് കുരിശിൽ മരിച്ചവന്റെ സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് 3 തുള്ളി രക്തവും വെള്ളവും ലോഞ്ചിനോസ് എന്ന ഒറ്റക്കണ്ണന്റെ കണ്ണിലേക്ക് നിപതിച്ചു. അവന്റെ കണ്ണുകൾക്ക് സൗഖ്യം ലഭിച്ചു. സഹരിക്കുന്നവന്റെ, ക്രൂശേറുന്നവന്റെ ജീവിതശൈലി ഇതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ വിലാപ്പുറം പോലും കാണിച്ചു കൊടുക്കുവാൻ, അവന് രക്ഷ കൊടുക്കുവാൻ, അവന് സൗഖ്യം നൽകുവാൻ, അവന് വിടുതൽ നൽകുവാൻ, അവന് ശാന്തി നൽകുവാൻ, സമാധാനം നൽകുവാൻ സാധിക്കുന്നത് ഒരൊറ്റ സമൂഹത്തിനെ സാധിക്കൂ. ആർക്ക്? കുരിശേറ്റെടുത്ത് നടക്കുന്നവർക്ക്. കുരിശില്ലാത്തത് കൊണ്ട് ലോകം ഇന്ന് തിന്മയിലാണ്. ആരെ കൊല്ലുവാനും, ആരെ നശിപ്പിക്കുവാനും, എന്ത് കള്ളത്തരം, എന്ത് തോന്നിയാസം ചെയ്യുവാനും, ഏതെല്ലാം അധികാരത്തിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരെ തകർക്കുവാനും, ആരെയും ഉയർത്താതെ ഞാൻ മാത്രം എന്നൊക്കെ ചിന്തിക്കുന്നതിന് കാരണം പേരിന് ക്രിസ്ത്യാനി പോരാ, കുരിശിന്റെ ക്രിസ്ത്യാനിയാകണം. സഹനത്തിന്റെ, മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി മുറിച്ചു നൽകുവാൻ പരിശ്രമിക്കുന്നതാണ് കുരിശിന്റെ അനുഭവം. ഈ ദുഃഖവെള്ളി ഇതാണെന്ന് പഠിപ്പിക്കുന്നത്. സഹനത്തിന്റെ, സന്തോഷത്തിന്റെ സന്ദേശം. സഹിക്കുക. യേശുക്രിസ്തു സഹിച്ചതുപോലെ അവന്റെ കുരിശിന്റെ ഇങ്ങേപ്പുറത്ത് ക്രൂശിക്കപ്പെടുവാൻ സ്ഥലമുണ്ട്. ഞാൻ ആ ഭാഗത്ത് ക്രൂശിക്കപ്പെടട്ടെ. പത്രോസ് പറഞ്ഞു, എന്റെ കർത്താവിനെ ചുംബിച്ചുകൊണ്ട് എന്നെ തലകീഴായി ക്രൂശിക്കുക. കുരിശിനെ കണ്ടെത്തിയ മനുഷ്യന് ഒരിക്കലും കുരിശിനെ ഉപേക്ഷിക്കുവാൻ പറ്റുകയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ സഹനത്തിന്റെ സന്ദേശം, സഹനത്തിന്റെ ദൈവശാസ്ത്രം, സഹനത്തിന്റെ ക്രിസ്തുശാസ്ത്രം പഠിച്ചൊരു വ്യക്തിക്ക് ഒരിക്കലും കുരിശിൽ നിന്ന് മാറുവാൻ പറ്റുകയില്ല. അവൻ കുരിശ് തന്റെ നെഞ്ചോട് ചേർത്ത് വെക്കും. കുരിശ് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന അനുഭവമാണ് ദുഃഖവെള്ളി നമുക്ക് നൽകുന്നത്. സഹനത്തിലൂടെ, കുരിശിലൂടെ കടന്നു പോകുമ്പോഴാണല്ലോ ഉയർപ്പുള്ളത്. ദുഃഖവെള്ളിക്ക് ഉയർപ്പുണ്ട്. നമ്മുടെ സഹനങ്ങൾ രക്ഷാകരമാണ്. അപ്പോൾ അത് നമുക്ക് എപ്പോഴും നമ്മുടെ ചെവിയില്, നമ്മുടെ മനസ്സിൽ മുഴങ്ങണം. എൻ്റെ സഹനം രക്ഷാകരമാണ്. മറ്റുള്ളവരെയും രക്ഷിക്കുവാൻ ഞാൻ സഹിക്കണം. അങ്ങനെ സഹനത്തിന്റെ ദൈവശാസ്ത്രവും മനഃശാസ്ത്രവും ആത്മശാസ്ത്രവും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് കുരിശിന്റെ വഴിയെ നീങ്ങാം. നമുക്ക് രക്ഷിതരായി തീരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.